റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. അധികാരത്തിലെത്തി ഒരു വർഷം പിന്നിടുമ്പോൾ ജനങ്ങളുടെയും സ്വന്തം എംപിമാരുടെ വരെ അതൃപ്തിക്ക് പാത്രമായിരിക്കുകയാണ് കീർ സ്റ്റാർമർ. ഏകപക്ഷീയ വിജയം കരസ്ഥമാക്കി ഒരു വർഷം പിന്നിടുമ്പോഴാണ് സ്റ്റാർമറുടെ കസേരയ്ക്ക് ഇളക്കം തട്ടുന്നത് എന്ന് സൂചനകൾ. ഇദ്ദേഹത്തെ അട്ടിമറിക്കാൻ വിമത എംപിമാർ ശക്തമായ നീക്കം നടത്തുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ മേയർ ആന്റി ബോൺഹാമിനെ മുൻനിർത്തിയാണ് വിമതരുടെ നീക്കം. ഇദ്ദേഹത്തെ മേയർ പദവി രാജിവെപ്പിച്ച ശേഷം ഏതെങ്കിലും വിമത MP സ്ഥാനം ഒഴിഞ്ഞുകൊടുത്ത ശേഷം മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് സ്റ്റാർമർക്ക് വെല്ലുവിളി ഉയർത്താനാണ് നീക്കമെന്ന് സൂചന. സസ്പെൻഷൻ നേരിടുന്ന ലേബർ MP ആൻഡ്രൂ ഗേവൻ തന്റെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ ഒഴിഞ്ഞുകൊടുക്കണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഈ സീറ്റിൽ ബെർൺഹാം മത്സരിച്ച് വെസ്റ്റ് മിൻസ്റ്ററിലേക്ക് മടങ്ങിയെത്തുകയും നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. വിജയിച്ച് പാർലമെന്റിൽ ബെർൺഹാമിന് ലേബർ നേതൃപദവിക്കും പിന്നാലെ UK പ്രധാനമന്ത്രി പദവും ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്താം. നിലവിലെ ലേബറിന്റെ ശോചനീയാവസ്ഥയും റീഫോം UKയുടെ മുന്നേറ്റവും തടയാൻ ബെർൺഹാമിനെ പോലെ മറ്റൊരു ആളില്ല എന്നാണ് MPമാരുടെ നിലപാട്. മാഞ്ചസ്റ്റർ കേന്ദ്രീകരിച്ച നിരവധി MPമാർക്കാണ് മന്ത്രിസഭാ പുനഃസംഘടനയിൽ ദോഷമുള്ളത്. ഇവരാണ് സ്റ്റാർമർക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. ഉപപ്രധാനമന്ത്രിയെ ഉൾപ്പെടെ നഷ്ടമായ സ്റ്റാർമർക്ക് സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയും തിരിച്ചടിയായി മാറിയിരിക്കുന്നുവെന്നും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ സിഖ് വംശജയായ കൗമാരക്കാരിക്ക് നേരെ അരങ്ങേറിയ ബലാത്സംഗം വംശീയമായ അതിക്രമം ആയിരുന്നുവെന്ന് വെളിപ്പെടുത്തി പോലീസ്. വിവരം പുറത്തുവന്നതോടെ ആശങ്കയിലായ ആളുകൾ സിഖ് ക്ഷേത്രത്തിൽ അടിയന്തര യോഗം ചേർന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 20കളോടടുത്ത് പ്രായമുള്ള ബ്രിട്ടനിൽ ജനിച്ച സിഖ് പെൺകുട്ടിയാണ് ഇരയെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഓൾഡ്ബറിയിൽ അതിക്രമം അരങ്ങേറുമ്പോൾ വംശീയമായ പരാമർശങ്ങൾ നേരിട്ടതായി പെൺകുട്ടി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 8:30ഓടെയാണ് വിവരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിങ്ങൾക്ക് ഈ രാജ്യത്ത് സ്ഥാനമില്ല, ഇവിടെ നിന്നും പുറത്തു പോകാൻ അക്രമികൾ പെൺകുട്ടിയോട് പറഞ്ഞതായി സിഖ് ഫെഡറേഷൻ UK വെളിപ്പെടുത്തി. സമൂഹത്തിൽ ആശങ്ക ഉയർന്നതോടെയാണ് സ്മെത്വീക്കിലെ ഗുരു നാനാക്ക് ഗുരുദ്വാര ടെമ്പിളിൽ യോഗം സംഘടിപ്പിച്ചത്. കുടിയേറ്റക്കാർക്കെതിരായ വിദ്വേഷ പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം ആശങ്കയുളവാക്കുന്നതായി സിഖ് ഫെഡറേഷൻ UK പ്രിൻസിപ്പൽ അഡ്വൈസർ ജാസ് സിംഗ് പറഞ്ഞു. സ്മെത്വിക്കിലെ ഹോളി ട്രിനിറ്റി ചർച്ചിൽ നിന്നും റവറൻ നിക് റോസും അടിയന്തര യോഗത്തിൽ പങ്കെടുത്തു. സുക്ഷേത്രത്തിന്റെ പുറത്ത് എഴുതിയ അപമാനിക്കുന്ന ഗ്രാഫിറ്റിയെക്കുറിച്ചും ആംഗ്ലിക്കൻ ചർച്ച് വൃത്തികേടാക്കുന്നതും സംബന്ധിച്ച് അദ്ദേഹം സംസാരിച്ചു. ഇത് അവഗണിച്ചിട്ട് കാര്യമില്ല, ഇത് തുടരും, വർദ്ധിക്കുകയും ചെയ്യും. കൂടുതൽ സംഭവങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. രാജ്യത്തെ വംശീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ റവറൻ നിക് റോസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇനി നാട്ടിലെ വാർത്തകൾ. ആധാർ അധിഷ്ഠിത അപേക്ഷകളിൽ കടുംപിടുത്തം വേണ്ടെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. കഴിഞ്ഞ ആഴ്ച നടന്ന അവലോകന യോഗത്തിലാണ് അപേക്ഷകരെ വലയ്ക്കുന്ന പ്രവണതയെ മന്ത്രി രൂക്ഷമായി വിമർശിച്ചത്. ഇടനിലക്കാരെ ഒഴിവാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് കൊണ്ടുവന്ന ആധാർ അധിഷ്ഠിത സംവിധാനത്തിൽ എത്തുന്ന അപേക്ഷകൾ ഉദ്യോഗസ്ഥർ അനാവശ്യമായി താമസിപ്പിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. ആധാർ ബന്ധിത മൊബൈൽ നമ്പറുകളിലേക്ക് വരുന്ന ഒറ്റത്തവണ പാസ്വേഡ് ഉപയോഗിച്ചാണ് അപേക്ഷ പൂർത്തീകരിക്കുന്നത്. അപേക്ഷകരുടെ അറിവോടെ അല്ലാതെ ഇവ സമർപ്പിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാണ്. എന്നിട്ടും ഒപ്പിൽ ചേർച്ചയില്ലെന്ന് പറഞ്ഞ് അപേക്ഷ നിരസിക്കുന്ന പ്രവണത നല്ലതല്ലെന്ന് മന്ത്രി ഓൺലൈൻ യോഗത്തിൽ പറഞ്ഞു. അപേക്ഷയിലെ ഒപ്പും ഓഫീസിലുള്ള രേഖകൾ ഉള്ളതുമായിട്ടാണ് ഒത്തുനോക്കുന്നത്. ചെറിയ വ്യത്യാസം ഉണ്ടായാൽ പോലും നിരസിക്കപ്പെടും. എന്നാൽ ഇടനിലക്കാരെ ഏൽപ്പിച്ചാൽ തടസ്സമുണ്ടാകില്ല. അപേക്ഷകൾ വൈകിക്കുന്ന വിവരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് മന്ത്രി ഇടപെട്ടത്. സംസ്ഥാനത്ത് ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നീന്തൽക്കുളങ്ങൾക്ക് കർശന സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. പൊതുജനാരോഗ്യ നിയമപ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയ ഉത്തരവ് ലംഘിച്ചാൽ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പൊതു സ്വകാര്യ മേഖലകളിലുള്ള എല്ലാ നീന്തൽക്കുളങ്ങൾക്കും ഉത്തരവ് ബാധകമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് വ്യാപിക്കുന്നത് ആശങ്കയ്ക്കൊപ്പം ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും ഭീഷണിയും ഉയർത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് നീന്തൽക്കുളങ്ങൾ വഴിയും രോഗം പിടിപെടുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കഴിഞ്ഞ മാസം 27-ന് ആരോഗ്യവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആക്കുളത്തെ നീന്തൽക്കുളത്തിൽ നിന്ന് 17-കാരന് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്നതിന് 2 ആഴ്ച മുൻപ് തന്നെ ഉത്തരവിറങ്ങിയിരുന്നു. പൊതുജനാരോഗ്യ നിയമത്തിലെ 4-ാം വകുപ്പ് പ്രകാരം ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയാണ് ഉത്തരവിറക്കിയത്. നീന്തൽക്കുളങ്ങളിലെ ജലം എല്ലാ ദിവസവും ക്ലോറിനേറ്റ് ചെയ്യണം. 1 ലിറ്ററിന് ചുരുങ്ങിയത് 0.5 മില്ലിഗ്രാം എന്ന തരത്തിൽ ക്ലോറിന്റെ അളവ് നിലനിർത്തണം. ഓരോ ദിവസവും ഇക്കാര്യം നിർദ്ദിഷ്ട രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. പഞ്ചായത്ത് സെക്രട്ടറിയോ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരോ ആവശ്യപ്പെടുമ്പോൾ ഈ രജിസ്റ്റർ ഹാജരാക്കണം. റിസോർട്ടുകൾ, ഹോട്ടലുകൾ, വാട്ടർ തീം പാർക്കുകൾ, നീന്തൽ പരിശോധന കേന്ദ്രങ്ങൾ എന്നിവയുടെ ചുമതലക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് അതാത് പ്രദേശങ്ങളിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ആഴ്ചതോറും സംസ്ഥാന സർവൈലൻസ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകണം. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരം പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്.
ഇനി സ്പോർട്സ് വാർത്തകൾ. ഏഷ്യ കപ്പ് 2025 പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ. 128 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്ക് വെടിക്കെട്ട് തുടക്കമാണ് അഭിഷേക് ശർമ്മ നൽകിയത്. 13 പന്തിൽ 2 സിക്സും 4 ഫോറും സഹിതം 31 റൺസാണ് അഭിഷേക് നേടിയത്. പക്ഷേ ഗില്ലിനെ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ നഷ്ടമായി. 10 റൺസായിരുന്നു ഗില്ലിന്റെ സമ്പാദ്യം. ടീം സ്കോർ 41 നിലയ്ക്ക് അഭിഷേക് ശർമ്മ പുറത്തായി. പിന്നീട് സംയമനത്തോടെ ബാറ്റ് വീശിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും സ്കോർ ബോർഡ് പതുക്കെ മുന്നോട്ട് ചലിപ്പിച്ചു. ടീം സ്കോർ 97-എത്തിയപ്പോൾ 31 റൺസ് എടുത്ത തിലക് വർമ്മ പുറത്തായി. ഇടവേളയ്ക്ക് ശേഷം ഗിയർ മാറ്റിയ സൂര്യകുമാർ യാദവ് ശിവം ദുബയെ കൂട്ടുപിടിച്ച് ടീമിനെ വിജയതീരത്തെത്തിക്കുകയായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പാകിസ്ഥാനെ ഇന്ത്യ എറിഞ്ഞൊതുക്കുകയായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ ഷൈം അയൂബിനെ ബുംറയുടെ കൈകളിലെത്തിച്ച് പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയ്ക്ക് ആദ്യ പ്രഹരം നൽകി. പിന്നാലെ മുഹമ്മദ് ഹാരിസിനെ ബുംറയും പുറത്താക്കി. ആദ്യമേറ്റ പ്രഹരത്തിൽ നിന്ന് പിന്നീട് കരകയറാൻ പാകിസ്ഥാന് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഷാഹിബ് സാദ് ഫർഹാനും ഫക്കർ ഷമാനും 39 റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിച്ച് പാകിസ്ഥാനെ പവർ പ്ലേ കടത്തിയെങ്കിലും അക്സർ പട്ടേൽ ആ കൂട്ടുകെട്ടും തകർത്തു. 83-7 എന്ന നിലയിലെത്തിയ പാകിസ്ഥാനെ അവസാന ഓവറുകളിൽ ഷഹീൻ അഫ്രീദി നടത്തിയ വെടിക്കെട്ടാണ് 127 റൺസിൽ എത്തിച്ചത്. ഇന്ത്യയ്ക്കായി കുൽദീപ് യാദവ് 3ഉം അക്സർ പട്ടേലും ജസ്പ്രീത് ബുംറയും 2 വിക്കറ്റും വീതം വീഴ്ത്തി. വരുൺ ചക്രവർത്തിയും ഹാർദിക് പാണ്ഡ്യയും ഓരോ വിക്കറ്റുകളും കരസ്ഥമാക്കി. 119.73 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio